Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസത്തെ നോക്കിയോ മിസ് എടുത്തത്? നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? മിസ് എടുത്തുള്ളത് ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ മുതലല്ല എടുക്കാനുള്ളത്. വാട്ട് കെൻ ഹോസ്പിറ്റൽ ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ മുതലല്ല എടുക്കാനുള്ളത്. പേഷ്യന്റ് റിട്ടൻഷൻ അല്ലെ, പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തുന്നവര്, നിലവിലെ ചികിത്സ ഹോസ്പിറ്റലിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ റിട്ടൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഹോസ്പിറ്റലുകാർക്ക്? അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് പേഷ്യൻസിന് കംഫർട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ ഹോസ്പിറ്റലില്, ആണോ? പിന്നെന്താണ്, പിന്നെന്തൊക്കെ പറയാൻ പറ്റും? പേഷ്യൻസിന് ഇൻഫോർമേഷൻ കൊടുക്കുക അല്ലെ, അവർക്ക് നൽകുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ചും അല്ലെ അഡ്വൈസുകളെ കുറിച്ചൊക്കെ എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും കൊടുക്കാലോ. മരുന്നുകളെ കുറിച്ച് അല്ലെ അവര് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും കൊടുക്കാം. കൂടാതെ എന്താണ് നെക്സ്റ്റ്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണോ? ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത് അല്ലെ, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പേഷ്യൻസിന് എന്താ ക്ലിയർ ആയിട്ടുള്ള അല്ലെ വ്യക്തമായിട്ടുള്ള ഒരു അഡ്വൈസ് ഉപദേശം കൊടുക്കാലോ ഡോക്ടർക്ക്. എന്നാലല്ലേ ആ ഡോക്ടറും ആ പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാവുള്ളൂ. ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് അല്ലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ വേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുള്ളൂ അല്ലെ. നെക്സ്റ്റ് എന്താണ്, നമ്മ പേഷ്യൻസിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം? ബെസ്റ്റ് അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഹോസ്പിറ്റലിന്റെ എൻവിയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഗുഡ് ആയിരിക്കണം അല്ലെ. നോക്കി നെക്സ്റ്റ് എന്തൊക്കെയാണ് നോക്കി പറഞ്ഞിരിക്കുന്നത്? ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലില് പേഷ്യൻസിന് കംഫർട്ട് ആവുന്ന രീതിയിൽ, അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അവരെ തിരിച്ചു വിളിക്കുന്ന അല്ലെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. തിരിച്ചു വിളിക്കുക, ഇൻവൈറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീൻ ആയിട്ടുള്ള അല്ലെ, വൃത്തിയുള്ള. പിന്നെന്താണ്, സ്റ്റാഫുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം? ബിഹേവിയർ എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം അല്ലെ സ്റ്റാഫുകളുടെ. പിന്നെന്താണ്, ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പേഷ്യൻസിനോട് പെരുമാറുക അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് അഡ്വൈസുകൾ കൊടുക്കാതെ. അവരെന്താണ്, ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുമ്പോ, ഉണ്ടാവോ? അപ്പൊ ഇതൊക്കെ എന്താണ്, നല്ല രീതിയിൽ കേട്ട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? തിരിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ വരുമോ? വീണ്ടും അവർ ആ ഹോസ്പിറ്റലിൽ തന്നെ വരുമോ? അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താണ്, ഹോസ്പിറ്റലില് പേഷ്യൻസിന് കംഫർട്ട് ആകുന്ന രീതിയിൽ, പേഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ഇൻ അഡ്വൈസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ അല്ലെ. എന്താണ്, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അല്ലെ, ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് പേഷ്യൻസിന് എന്ത് കൊടുക്കാം? അഡ്വൈസുകൾ കൊടുക്കാം അല്ലെ, ഉപദേശങ്ങൾ കൊടുക്കാലോ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പേഷ്യൻസിന് അഡ്വൈസ് ഉപദേശങ്ങൾ നൽകുക. നെക്സ്റ്റ് എന്താണ് എക്സൽ പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവോ, പ്രതീക്ഷകൾ ഉണ്ടാവോ? ഹോസ്പിറ്റലിൽ എന്തായിരിക്കും നമ്മുടെ പ്രതീക്ഷകള്? അസുഖം മാറും അല്ലെ. നമ്മ അവിടെ പോയി കഴിഞ്ഞാല് നമ്മുടെ അസുഖം മാറും, നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ലഭിക്കും അല്ലെ, നല്ല സർവീസ് ലഭിക്കും അല്ലെ. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൽ നിന്ന് സ്റ്റാഫുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ലഭിക്കും അല്ലെ, സേവനങ്ങൾ ലഭിക്കും. അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക അല്ലെ. അവരെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് നൽകുക. പിന്നെ എന്താണ് പ്രൊവൈഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് നല്ല ട്രീറ്റ്മെന്റ്, ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുക. നെക്സ്റ്റ് കണ്ടക്ട് ഫോളോ അപ്പ് സർവേസ് ആഫ്റ്റർ ദ വിസിറ്റ്, ഓരോ വിസിറ്റിന് ശേഷം അല്ലെ, പേഷ്യൻസിന്റെ വിസിറ്റിന് ശേഷം എന്ത് നടത്തുക, ഫോളോ അപ്പ് സർവേകള് കണ്ടക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് സർവേകള് അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്? എന്തിനാ ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ, ആണോ? പിഴവുകളുണ്ടോ അല്ലെ? ഹോസ്പിറ്റലില് അവർക്ക് ലഭിച്ച രോഗി പരിചരണം എങ്ങനെയായിരുന്നു അല്ലെ, നല്ല രീതിയിലുള്ള രോഗി പരിചരണമാണോ ലഭിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലുകാർക്ക് അത് തിരുത്താൻ സാധിക്കില്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് എന്തെങ്കിലും അവരെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെന്ന് അല്ലെ, തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് മാറ്റാനായി സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ആ പേഷ്യൻസിന്റെ വിസിറ്റിന് ശേഷം ഹോസ്പിറ്റലിലെ സന്ദർശനത്തിന് ശേഷം എന്ത് നടത്തുക, ഫോളോ അപ്പ് സർവേകൾ നടത്തുക. നെക്സ്റ്റ് എന്താണ് ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ് അല്ലെ. എന്താണ് പേഷ്യൻസിനെ രോഗികളെ എന്താണ് ഉപദേശിക്കുകയും അവരെ ഇൻഫോം ചെയ്യുകയും ചെയ്യല്ലേ, അവരെ അസുഖങ്ങളെ കുറിച്ച്, അവരെ ട്രീറ്റ്മെന്റ് എന്താണ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അല്ലെ, അവരുടെ മെഡിക്കേഷൻസിനെ കുറിച്ച്, അവർക്ക് പറയുന്ന ടെസ്റ്റുകളെ കുറിച്ചൊക്കെ എന്താണ് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും നൽകുക. ക്ലിയർ ആയോ? ഇതൊക്കെ പേഷ്യൻസിനെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായി ഹോസ്പിറ്റലുകാരെ സഹായിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ കൊണ്ട് നമ്മ സാറ്റിസ്ഫൈഡ് ആകാതെ വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല്? ക്വാളിറ്റി ട്രീറ്റ്മെന്റ്, ഓക്കെ, ട്രീറ്റ്മെന്റ് ക്വാളിറ്റി ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ. പിന്നെന്താണ്? ഫെസിലിറ്റി, ഫെസിലിറ്റി, ഗുഡ് ബിഹേവിയർ അല്ലെ, പ്രൊവൈഡ് ടീം അല്ലെ, ഹോസ്പിറ്റലില് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയർ അല്ലെ. പിന്നെ എന്താണ്? ടൈം, വെയിറ്റ് ടൈം നമ്മളെ സാറ്റിസ്ഫാക്ഷന് ബാധിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ടൈം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫൺ റിലേറ്റ്സ് ടു, എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? The expectation that a patient has of the care team അല്ലെ. കെയർ ടീമിൽ നിന്ന് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവോ? ഡോക്ടേഴ്സിൽ നിന്ന് അല്ലെ, നഴ്സുമാരിൽ നിന്ന്, ടെക്നിക്കൽ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നൊക്കെ അവരിൽ നിന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവോ പേഷ്യൻസിൽ നിന്ന്? പേഷ്യൻസിന് നമുക്ക് ഉണ്ടാവാറുണ്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോ? ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകോ? മെഡിക്കേഷൻസിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുക. അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ കെയർ ടീമിൽ നിന്നുള്ള പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകമാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, ചികിത്സാ പദ്ധതികള് അല്ലെ, നല്ല രീതിയിലുള്ള ചികിത്സാ പദ്ധതികൾ വേണ്ടേ, ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കംസ് നൽകുന്ന വേണം അല്ലെ. അപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്, പേഷ്യൻസും കെയർ പ്രൊവൈഡറും തമ്മിൽ എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം? എഫക്റ്റീവ് ആയ രീതിയിലുള്ള അല്ലെ, കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു ഓപ്പൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണോ? പേഷ്യൻസിന് അവരുടെ എന്താണ് കൺസേണുകൾ അല്ലെ, ആശങ്കകള്, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെ, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ തുറന്ന് പറയാൻ പറ്റണോ കെയർ പ്രൊവൈഡേഴ്സിനോട്?
അതേപോലെ എന്താണ് കെയർ പ്രൊവൈഡേഴ്സും കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കണം അല്ലെ പേഷ്യൻസിന്. അവരുടെ ട്രീറ്റ്മെന്റ്, അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് അല്ലെ, ഡയറ്റുകളെ കുറിച്ച് അല്ലെ. അപ്പൊ എന്താണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യൻസും പ്രൊവൈഡറും തമ്മിലുള്ള കാര്യക്ഷമമായ അല്ലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആശയവിനിമയം. നെക്സ്റ്റ് വീക്കെൻഡ്സ്. ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ഡോക്ടർ കേൾക്കുന്നില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമോ? ചിലപ്പോ നമ്മ അത്രയും ബുദ്ധിമുട്ടായിട്ട് അല്ലെ, അത്രയും വിഷമിച്ചായിരിക്കും ആ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി തരാണ്, ഇന്ന മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല അല്ലെ. അപ്പൊ എന്താണ് കെയർ പ്രൊവൈഡറും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്നു. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് വെയിറ്റ് ടൈംസ്. എങ്ങനെയാണ് വെയിറ്റ് ടൈംസ് നമുക്ക് ഡിക്രീസ് ചെയ്യണോ ഇൻക്രീസ് ചെയ്യണോ? ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ സാറ്റിസ്ഫൈ ആക്കോ? അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി കുറെ നേരം കാത്തിരിക്കുക, ഡോക്ടർ റൂമിൽ പോയി കുറെ നേരം കാത്തിരിക്കുക, മരുന്നിന് വേണ്ടി കാത്തിരിക്കുക അല്ലെ. അപ്പൊ എന്താണ് ലെസ് വെയിറ്റ് ടൈം ആയിരിക്കണം അല്ലെ, ലെസ് വെയിറ്റ് ടൈംസ് ആയിരിക്കണ്ടേ, ചെറിയ വെയിറ്റ് ടൈംസ്. വെയിറ്റ് ടൈം എന്താണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് എന്താണ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചറിൽ. എങ്ങനെയുള്ള ഫെസിലിറ്റി എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റ് വേണ്ടേ, നീറ്റ് ആയിട്ടുള്ള അല്ലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റ് ആയിരിക്കും ഹോസ്പിറ്റലില്. എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റും കൾച്ചർ അല്ലെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ റൈറ്റ്സിന് അല്ലെ ആണോ, പേഷ്യൻസിന്റെ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചർ ആയിരിക്കും ഹോസ്പിറ്റലില്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ് ഇതൊക്കെയാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്നത്. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എങ്ങനെയാണ് നടത്തുന്നത്? പേഷ്യൻസ് സ്വന്തമാണോ നടത്തുന്നത്, അതോ ഓഫീസ് സ്റ്റാഫുകളാണോ നടത്തുന്നത്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണോ നടത്തുന്നത്? ഓഫീസ് സ്റ്റാഫ് ആണോ? അല്ല, റിപ്പോർട്ട് ചെയ്യുന്നത് രേഖപ്പെടുത്തുന്നത് ആരാ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? പേഷ്യൻസ് അല്ലെ. അപ്പൊ നോക്കിയേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹാസ് സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് in the course of their medical care experience. പേഷ്യൻസിന്റെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അല്ലെ, അവിടെ രോഗി പരിചരണ സമയത്ത് അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ് അവർക്ക് തന്നെ സ്വന്തമായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നു അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അവർക്ക് സ്വയമായിട്ട് രേഖപ്പെടുത്താനായി സാധിക്കുന്നുണ്ടോ? നമുക്ക് ലിങ്ക് അയച്ചു തന്നല്ലേ, ഒരു മിനിറ്റ് നോക്കിയേ. ഇത് ഹോസ്പിറ്റലിലുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഹൗ ഫീൽ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. ഫസ്റ്റ് വരുന്നത് വെരി ഡിസാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, വെരി സാറ്റിസ്ഫൈഡ്, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്പ്. ചെക്കപ്പുകൾക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മൾ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമായോ? കംഫോർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ, റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു അല്ലെ. ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ, ഡോക്ടറിനെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെടാനായി സാധിച്ചോ? കംഫോർട്ട് ഓഫ് ദി എക്സാമിനിങ് റൂം, എക്സാമിനിങ് റൂമിൽ ലാബ് സ്കാനിങ്ങുകളോ പ്രൊസീജിയേഴ്സോ ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഡോക്ടർ ചെക്കപ്പുകൾ എന്നൊക്കെ നടത്തുന്ന എക്സാമിനിങ് റൂമിൽ നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു. How was the cleanliness of the hospital? ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? Waiting time or in our office, നമ്മുടെ ഓഫീസിലാണ് ഹോസ്പിറ്റലില് എന്താണ് വെയിറ്റിംഗ് ടൈം എങ്ങനെയായിരുന്നു? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഡിസാറ്റിസ്ഫൈഡ് ആണോ അല്ലെ? ഇതെങ്ങനെയാണ് പേഷ്യൻസ് തന്നെയല്ലേ വിലയിരുത്തുന്നത് അല്ലെ? എന്താണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹോസ്പിറ്റലില്? അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യിക്കാറില്ലേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുതരാറുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള പ്രിന്റർ ഇതൊക്കെ പ്രിന്റിംഗ് കോപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടോ
ഡിസ്ചാർജ് സമയത്ത് അല്ലെ. അപ്പൊ എന്താണ് പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ വശങ്ങളെ കുറിച്ചും അവർക്ക് സ്വയമായിട്ട് വിലയിരുത്താനായി രേഖപ്പെടുത്താനായി സാധിക്കുന്നു. Depending on what aspects of patient satisfaction is being calculated. Example may include responsiveness of patients. Patients in the responsive പ്രതികരണം എങ്ങനെയായിരുന്നു, ക്ലിനിഷ്യൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ ഡോക്ടേഴ്സിന്റെ ക്ലിനിഷ്യൻ ആശയവിനിമയം എങ്ങനെയായിരുന്നു, ബെറ്റർ ആയിരുന്നു അല്ലെ. ടെക്നിക്കൽ സ്കില്ലുകൾ എന്താണ്, സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ അല്ലെ. ഇപ്പൊ ഒരുപാട് എക്യുപ്മെന്റ്സുകള് മെഷീനറീസ് അല്ലെ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽ എങ്ങനെയായിരുന്നു, ആൻഡ് ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള പല വശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് അല്ലെ. ആണോ? എന്താണ് പേഷ്യൻസിന് ഹോസ്പിറ്റലിലുണ്ടായ പല വശങ്ങൾ അല്ലെ പല അനുഭവങ്ങളെ കുറിച്ച് പേഷ്യൻസിന് തന്നെ സ്വന്തമായിട്ട് വിലയിരുത്താനായി സെൽഫ് റിപ്പോർട്ട് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, patient satisfaction surveys can be generated and issued in house അല്ലെ. നമുക്ക് ഹോസ്പിറ്റൽ വെബ്സൈറ്റിലൂടെ ലിങ്ക് വഴി ആപ്പ് വഴിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് വേണമെങ്കിലും ചെയ്യാമല്ലോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹോസ്പിറ്റലിൽ ലിങ്ക് കിട്ടുക അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവരുടെ വെബ്സൈറ്റ് വഴി കയറിയും കാണിട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എന്താണ് ഇഷ്യൂഡ് ഇൻ ഹൗസ് വീടുകളിൽ ഇരുന്ന് വേണമെങ്കിലും സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താൻ സാധിക്കുന്നു. ബട്ട് മെനി ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ഓൺ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്താണ് ചില ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്തുന്നത്? ഏജൻസി തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് അതായത് ഏജൻസികൾ വഴി എന്താണ് അവര് പേഷ്യൻസിന്റെ സർവേ നടത്തുകയും അവരെന്താണ് അഡ്മിനിസ്റ്ററിങ് ആ ഏജൻസികള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അഡ്മിനിസ്റ്ററിങ് ചെയ്യുകയും കൂടാതെ അവരെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് എക്സ്പ്ലെയിനില് വിശദീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടോ? വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രൊഫൈലൊക്കെ കയറി നോക്കിയോ? ഈ ചാപ്റ്റർ എടുത്ത പിന്നെ നോക്കിയോ? അതിൽ കണ്ടിട്ടുണ്ടോ പേഷ്യൻസിന്റെ റിവ്യൂസ് റേറ്റിംഗ്സ് ഒക്കെ ഇട്ടേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ കാരുണ്യ? അപ്പൊ അതെന്താണ്? അത് കൂടാതെ ഡയഗ്രാം ബേസ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരുന്നത്? അപ്പൊ അതെന്താ? ചില തേർഡ് പാർട്ടീസ് എന്ത് ചെയ്യുന്നു, ഏജൻസികളൊക്കെ എന്താണ് ഹോസ്പിറ്റല് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയിട്ട് അവര് സർവേ അഡ്മിനിസ്റ്ററിങ് ചെയ്യുകയും കൂടാതെ അവരെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? ബാർ ഡയഗ്രാം അല്ലെ പൈ ഡയഗ്രാം ഒക്കെ വഴി എന്താണ് 2010 ഇത്ര പേഷ്യൻസ് അല്ലെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, 2011 ആയപ്പോഴേക്കും അതെന്താണ് ഇത്ര ഇൻക്രീസ് വന്നു അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവര് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഏജൻസികൾ എന്താണ് അവര് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുകയും അവരെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? നോക്കാത്തവര് നോക്കുക കേട്ടാ. മാസ്റ്റർ മെഡ്സിറ്റിയുടെ ഒക്കെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസ് ചെയ്താണെങ്കിലും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബേസ് ചെയ്താണെങ്കിലും നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും കേട്ടോ. എല്ലാവരും നോക്കുക. നെക്സ്റ്റ്, a patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the healthcare service provider. എന്താണ് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയിലെ ഗുണനിലവാരത്തെ കുറിച്ച് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ അതായത് ഡോക്ടേഴ്സിൽ നിന്ന് നഴ്സുമാരിൽ നിന്നുള്ള സേവനങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യനേറിലൂടെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അല്ലെ. മിസ് ഇപ്പൊ കാണിച്ചെന്നില്ലേ ഒരു എക്സാമ്പിൾ പോലെ നിങ്ങളുടെ ഇതില് അതിലങ്ങനെയല്ലേ ചെയ്യുന്നത്? അവിടെ നിന്ന് ലഭിച്ച സർവീസുകൾ അല്ലെ ക്വാളിറ്റി ഉണ്ടോ അല്ലെ,
ഹെൽത്ത് കെയർ പ്രൊവൈഡർ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടല്ലേ സർവേ നടത്തുന്നത്. ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരവും പരിചരണത്തിന്റെ സംതൃപ്തിയും അളക്കുന്നതിനുള്ള ക്വസ്റ്റ്യനെയറിലൂടെ അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അല്ലെ, പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത് അല്ലെ. Okay. Next, a patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help a medical institution in ascertain the level of care extended and pitfalls in service. ഈ patient satisfaction survey നടത്തി കഴിഞ്ഞാൽ അതൊക്കെ എന്തിനൊക്കെ ഹോസ്പിറ്റലുകാരെ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? കംപ്ലൈൻസുകൾ മാത്രമാണ് ഒരു കംപ്ലൈൻസുകൾ അല്ലെ. ഓക്കെ. ഒരു രോഗി പരിചരണത്തിലുടനീളം അല്ലെ, ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻറ്റർ ചെയ്ത് അവര് എക്സിറ്റ് ആവുന്നത് വരെ നടക്കുന്ന പ്രവർത്തനങ്ങളല്ലേ. എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സുകൾ വരുത്തണം അല്ലെ, എന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? പിറ്റ്ഫോൾസ്, പ്രോബ്ലംസ് അല്ലെ, എറേഴ്സ് സാധിക്കുന്നുണ്ടോ? ഇപ്പൊ പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യാണ് ഡിസാറ്റിസ്ഫൈഡ് ആണ്, അവര് തൃപ്തരല്ലാന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ, എന്തെങ്കിലും പ്രോബ്ലംസ് ഇല്ലേ, ഇഷ്യൂ ഇല്ലേ? ഇല്ലേ? ആ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ എന്താണ്, പേഷ്യൻസിന്റെ രോഗി പരിചരണത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനായി സാധിക്കുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റല് പേഷ്യൻസ് എൻറ്റർ ചെയ്ത് അവരെ എക്സിറ്റ് ചെയ്യുന്നവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്നു. പിന്നെന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം അളക്കാൻ സാധിക്കുന്നുണ്ടോ, നിർണ്ണയിക്കാൻ ആ ഹോസ്പിറ്റലുകാരെ സഹായിക്കുന്നുണ്ടോ? എന്താണ്, പേഷ്യൻസിന് പരിചരണത്തിന്റെ നിലവാരത്തെ കുറിച്ച് ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, അവർക്ക് എന്തെങ്കിലും പിഴവുകളുണ്ടോ അല്ലെ, സേവനത്തിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നും ഹോസ്പിറ്റലുകാർക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? ഓക്കെ ആണോ? എന്നുവെച്ചാല് ഒരു ഹോസ്പിറ്റലിൽ എന്താണ്, ഒരു പേഷ്യൻസിന്റെ രോഗി പരിചരണത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്താനായി ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സാധിക്കുന്നു. കൂടാതെ എന്താണ്, അവരുടെ പരിചരണത്തിന്റെ അല്ലെ ഗുണനിലവാരം മനസ്സിലാക്കാനും ഹോസ്പിറ്റലിന്റെ സർവീസുകളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ അല്ലെ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തിരിച്ചറിയാനും സാധിക്കുന്നു. ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? Next, 6 underlying metrics which patient satisfaction have to be measured on are രോഗി സംതൃപ്തി അളക്കാനുള്ള 6 അടിസ്ഥാന അളവുകൾ, 6 underlying metrics. എന്തൊക്കെയാണ് നോക്കിയേ? ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, എങ്ങനെയുള്ള പരിചരണം കൊടുക്കണം പേഷ്യൻസിന്? മെഡിക്കൽ കെയറിന്റെ ഗുണനിലവാരം വേണോ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകൾ എന്താണ്? മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റിയിലെ വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം അളക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽ. മെഡിക്കൽ പ്രൊഫഷണൽ എങ്ങനെയുള്ള സ്കില്ല് ഡിസ്പ്ലേ ചെയ്യണം, പ്രദർശിപ്പിക്കണം? ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മനസ്സിലാക്കാൻ കഴിയില്ലേ, മറ്റുള്ളവരുടെ എന്താണ് ഫീലിങ്സുകൾ അല്ലെ, വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പൊ ഹോസ്പിറ്റലില് ആ ഡോക്ടറിന് മുമ്പിൽ വരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്
ഉള്ളവരല്ലേ? മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ അവർക്ക്? ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം അല്ലെ? എന്താണ്? ഹോസ്പിറ്റലില് ഡോക്ടറിന് മുമ്പിൽ വരുന്ന പേഷ്യൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർ പ്രകടിപ്പിക്കണം അല്ലെ? പ്രകടിപ്പിക്കുക. നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും കെയർ പ്രൊവൈഡറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? സുതാര്യമായിരിക്കണം അല്ലെ? ക്ലിയർ ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? വേണോ? ആ പേഷ്യൻസിന്റെ എന്താണ്? പേഷ്യൻസ് കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച് അല്ലെ? അവര് പാലിക്കേണ്ട ഡയറ്റുകളെ കുറിച്ച് അല്ലെ? അവരുടെ എന്താണ്? അവർ ചെയ്യേണ്ട ടെസ്റ്റുകളെ കുറിച്ചും ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണോ? പിന്നെന്താണ്? പേഷ്യൻസിന് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെ? മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് മനസ്സിലാവോ? ഇപ്പൊ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഭാഷയിൽ അല്ലെ? അങ്ങനെയൊന്നും മനസ്സിലാവും. അപ്പൊ എന്താണ്? കറക്റ്റ് രീതിയിലായിട്ട് ട്രാൻസ്പെറൻസി അല്ലെ? നല്ല സുതാര്യമായി, നല്ല വ്യക്തതയോട് കൂടി എന്താണ്? പേഷ്യൻസിന് എന്താ? പേഷ്യൻസുമായി കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം നടത്തുക. എന്താണ്? ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ. ഒരുപാട് ചിലവ് വരുന്ന ട്രീറ്റ്മെന്റുകൾ, കെയർസ് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കാൻ സാധിക്കോ? പ്രാവർത്തികമാക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ചെലവ് കുറഞ്ഞ പക്ഷെ എന്താണ്? ക്വാളിറ്റി ഉള്ള അല്ലെ? കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്നും പറഞ്ഞ് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ആരോഗ്യ മേഖലയിൽ ഇല്ല. അപ്പൊ എന്താണ്? ചിലവ് കുറഞ്ഞ ക്വാളിറ്റി ഉള്ള അല്ലെ? എന്താണ്? കെയർ പേഷ്യൻസിന് നൽകുക. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ, പരിചരണത്തിന്റെ സാമ്പത്തിക വശങ്ങൾ. നെക്സ്റ്റ്, അസസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ പ്രൊഫഷണലിന്റെ സേവനം കിട്ടണോ? ലഭ്യമാവണോ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എടുക്കുമ്പോൾ പറയണം ഇന്ന് ഡോക്ടേഴ്സ് ഇല്ല, ഡോക്ടേഴ്സ് ഇന്ന് ലീവാണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? അല്ലെങ്കിൽ എന്താണ്? ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് വേണ്ടിയൊക്കെ പറയുമ്പോൾ എന്താണ്? ഇന്ന് ആ മെഡിക്കൽ പ്രൊഫഷണൽ ഇല്ല, അതുകൊണ്ട് ഇന്ന് ആ സെക്ഷൻ എന്താണ്? വർക്കിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും അല്ലെ? അതുകൊണ്ട് ഏത് സമയവും എന്താണ്? മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ, മെഡിക്കൽ പ്രൊഫഷൻസിന്റെ ലഭ്യത ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? അക്സസിബിലിറ്റി ഓഫ് കെയർ അല്ലെ? നമുക്ക് കെയർ ലഭിക്കണ്ടേ? നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ? നല്ല ബെറ്റർ ആയിട്ടുള്ള പരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാക്കുക. ക്ലിയർ ആയത്? മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി. പിന്നെന്താണ്? ഇന്റർപേഴ്സണൽ അല്ലെ? എന്താണ്? ഒരു ഡോക്ടറുടെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻസിനെ മനസ്സിലാകാനുള്ള അല്ലെ? അവരുടെ ഫീലിങ്സ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലാക്കാൻ ആർക്കാണ്? ഡോക്ടേഴ്സിന് സാധിക്കണം. പിന്നെ എന്താണ്? കെയർ പ്രൊവൈഡറോ പേഷ്യൻസും തമ്മിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ? കാര്യക്ഷമമായിട്ടുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പരിചരണത്തിന്റെ സാമ്പത്തിക വശങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ചിലവ് കുറഞ്ഞ പക്ഷെ എന്താണ്? ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റുകളെ, കെയർസ് അല്ലെ? പരിചരണങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് നൽകുക. പിന്നെ എന്താണ്? ഹോസ്പിറ്റലില് എല്ലാ സമയത്തും എന്താണ്? ഡോക്ടേഴ്സിന്റെയും മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ലഭ്യത ഉണ്ടായിരിക്കണം, അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ? നെക്സ്റ്റ് എന്താണ്? പരിചരണത്തിന്റെ എന്താണ്? പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള, ഗുണനിലവാരമുള്ള പരിചരണം ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാക്കുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ക്ലിയർ അല്ലേ? Next, a patient satisfaction can be conducted any time during an electronic medical record or an electronic health record. എന്താണ്? ഹോസ്പിറ്റലിൽ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എപ്പോ വേണമെങ്കിലും, പേഷ്യൻസിനെ എപ്പോ വേണമെങ്കിലും എന്താണ്? കണ്ടക്ട് ചെയ്യാനായിട്ട്, നടത്താനായി സാധിക്കുന്നു. എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കുന്ന സമയത്തൊക്കെ പേഷ്യൻസിന് നടത്താനായി
സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ ഓഫ് മൊബൈൽ. നമുക്ക് എങ്ങനെയൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താൻ സാധിക്കുന്നു? മൊബൈലിലൂടെ ചെയ്യാം അല്ലെ. ഫിസിക്കൽ കോപ്പീസ്, പ്രിന്റഡ് കോപ്പീസ് വെച്ച് നമുക്ക് ചെയ്യാലോ സർവേ. ഇപ്പൊ മിസ് കാണിച്ചെന്നല്ലോ. അതേപോലെ പ്രിന്റഡ് കോപ്പി വെച്ച് ചെയ്യാം അല്ലെ. വെബ്സൈറ്റിലൂടെ ചെയ്യാലോ. ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാലോ. പിന്നെ എന്താണ് POS എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് സ്കെയിൽ. പോയിന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല് നമ്മ ആപ്പ് വഴി ലിങ്ക് വഴിയൊക്കെ ചെയ്യില്ലേ, സ്കാനിങ് ഒക്കെ ചെയ്ത് സ്കാനർ ഒക്കെ യൂസ് ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമുക്ക് ആപ്പ് വഴി ചെയ്യാം, എന്താണ് ലിങ്ക് വഴി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്കാനർ ഒക്കെ ചെയ്ത് വെച്ചങ്ങാണ്ട് ചെയ്യാലോ. QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവരെ സർവേയിലേക്ക് നേരിട്ട് കയറിയിട്ട് സർവേ നടത്താനൊക്കെ സാധിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള POS പോയിന്റ് ഓഫ് സ്കെയിൽ ഡിവൈസുകൾ വഴി ചെയ്യാം. പിന്നെ എന്താണ് വെയിറ്റിംഗ് റൂംസിലുള്ള കമ്പ്യൂട്ടേഴ്സ് വഴി, ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ വെയിറ്റിംഗ് റൂംസിലുള്ള കമ്പ്യൂട്ടേഴ്സ് വഴി ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് എനി അതർ മീഡിയം, മറ്റ് മീഡിയംസ് വഴി എന്താണ് നമുക്ക് ഹോസ്പിറ്റൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? എന്താ നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, ഡിയർ പേഷ്യന്റ്, എന്താണ് വി ആർ ഇൻട്രസ്റ്റ് ടു നോ വാട്ട് യു തിങ്ക് അബൌട്ട് അവർ സർവീസസ്. എന്താണ് ഞങ്ങളുടെ സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെ, ഇൻട്രസ്റ്റ് ഉണ്ട്. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് ബ്രീഫ് സർവേ ഇൻ കണക്ഷൻ വിത്ത് യുവർ വിസിറ്റ്. എന്താണ് ഈ വിസിറ്റില് നിങ്ങൾക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അനുഭവത്തെ കുറിച്ച് എന്താണ് ഈ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള 5 മിനിറ്റ് സർവേയിലൂടെ എന്താണ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ് അല്ലെ, നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി ചിലവിടാൻ സമയമെടുത്തതിന് നന്ദി. പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, എന്നാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുത്തത് അതിന്റെ ഡേറ്റ്. പിന്നെന്താണ് പറയുന്നത് പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. മിസ് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു സർവേ. ആദ്യം എന്തുണ്ടാവും, നിങ്ങൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളുടെ അനുഭവം അല്ലെ, നിങ്ങൾക്ക് ഉണ്ടായ സർവീസിനെ കുറിച്ച് അറിയാൻ ഓർഗനൈസേഷന് ഹോസ്പിറ്റലിന് താല്പര്യമുണ്ട്. എന്താണ് ഈ ചെറിയൊരു സർവേയിലൂടെ എന്താണ് നിങ്ങളുടെ വിസിറ്റിന്റെ സമയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് അല്ലെ എന്താണ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത് പറയണോ ഇനി? മിസ് പറഞ്ഞല്ലേ ഇനി പറയണോ? ഇതിനി പറയണോ? വേണ്ടല്ലോ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പേഷ്യൻസിന് ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ആണോ, ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്തൊക്കെ രീതിയിലാണ് ഗുണങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തൊക്കെ രീതിയിലാണ് ഗുണങ്ങൾ ഉണ്ടാക്കുന്നത്? ഹോസ്പിറ്റലിനോട് പേഷ്യൻസ് ഇംപ്രൂവ്മെന്റ് കൊടുക്കാം. പിന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ വിശ്വസ്തത വർദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അതിലത്തെ റേറ്റിംഗ്സും റിവ്യൂസും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നോക്കി നല്ല രീതിയിലുള്ള റിവ്യൂസും റേറ്റിംഗ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരെയാണോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ? വിശ്വസ്തത ലഭിക്കുന്നുണ്ടോ? പിന്നെന്താണ് പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് അവർക്ക് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഹോസ്പിറ്റലുകാർക്ക് നല്ല സ്കോർ ലഭിച്ചു കഴിഞ്ഞാല്? പിന്നെന്തൊക്കെയുണ്ട് പറയുന്ന നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാല് സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിക്കുന്നുണ്ടോ? അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ലഭിക്കുമോ? ആ റെപ്യൂട്ടേഷനെ ബാധിക്കും അല്ലെ, നല്ല രീതിയിലുള്ള റെപ്യൂട്ടേഷൻ ലഭിക്കും, പ്രശസ്തി ലഭിക്കും അല്ലെ. പിന്നെ പേഷ്യൻസിന് എന്താണ് നല്ല രീതിയിൽ രോഗനിർണയം നടത്താം. പേഷ്യൻസിന് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുമോ ഹോസ്പിറ്റലിൽ നിന്ന്?
അസുഖങ്ങളൊക്കെ മാറും അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ടോ നോക്കാം ട്ടാ. Okay, patient satisfaction surveys are an important way to scale how the patients feel about their experience with the practice. എന്താണ് ഹോസ്പിറ്റലിലെ പ്രാക്ടീസിലെ പ്രവർത്തനങ്ങളിലെ പേഷ്യൻസ് ഉണ്ടായ അനുഭവങ്ങൾ അളക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഒരു സ്കെയിൽ, ഒരു മെഷറാണ് അല്ലെ, വഴിയാണ് ഇമ്പോർട്ടന്റ് വേ, ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ. എന്തിനു വേണ്ടിയാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന്റെ ഉണ്ടായ അനുഭവങ്ങൾ വിലയിരുത്താനല്ലേ, ആണോ? അപ്പൊ എന്താ, ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ പേഷ്യൻസിന്റെ അനുഭവത്തെ കുറിച്ച് അളക്കാനായിട്ട് എന്താണ് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് patient satisfaction survey. Contented patients are more probably to suggest the hospital to others. അല്ലെ, എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടർ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട പരിചരണങ്ങൾ നൽകി അല്ലെ, നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ആരോട് പറയും? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയോ? റിലേറ്റീവ്സിനോടൊക്കെ പറയും അല്ലേ? അപ്പൊ എന്താ, കണ്ടന്റഡ് പേഷ്യൻസ് എന്താണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്, ആർ മോർ പ്രോബബിളി ടു സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു അതേഴ്സ്, എന്താണ് മറ്റുള്ളവർക്ക് ആ ഹോസ്പിറ്റലിനെ നിർദ്ദേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. And they are also less probable to file complaints. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിനെ കുറിച്ച് പരാതികൾ ഉണ്ടാവോ, കംപ്ലൈന്റ്സ് ഉണ്ടാവോ? ഇല്ല അല്ലെ. എന്താണ്, അവര് പരാതികൾ രേഖപ്പെടുത്താനുള്ള സാധ്യത കുറവായിരിക്കും, ലെസ് ആയിരിക്കും, കുറവായിരിക്കും. Earning and maintaining high patient satisfaction scores benefits medical organization and the patients in a lot of ways. എന്താണ്, നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ നേടുന്നത് കൊണ്ട് എന്താണ്, പേഷ്യൻസിനും ഹോസ്പിറ്റലിനും പല രീതിയിലുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് പറയുന്നത് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. എന്താണ്, പേഷ്യൻസിന്റെ വിശ്വസ്തത വർദ്ധിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള? ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു മീഷോന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്നൊക്കെ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാണോ ചെയ്യുന്നത്? ആദ്യം ഓർഡർ ചെയ്യാണോ ചെയ്യുന്നത്? റേറ്റിംഗ്സ് റിവ്യൂസ് നോക്കുമല്ലോ, നോക്കൂ. ആ റിവ്യൂസും റേറ്റിംഗ്സ് ഒക്കെ നോക്കൂ അല്ലെ. അതേപോലെ അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വസ്തത വർദ്ധിക്കുകയാണ് അല്ലെ. ബാഡ് കമന്റ്സ്, ബാഡ് റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ, ബാഡ് റിവ്യൂസ് ആണെങ്കിൽ നമ്മൾ മേടിക്കുമത്? മേടിക്കോ ആ പ്രൊഡക്റ്റ്? ഇല്ല. എന്താണ്, അപ്പൊ പേഷ്യൻസിന്റെ എന്താണ്, റിട്ടൻഷൻ, ലോയൽറ്റി അല്ലെ, വിശ്വസ്തത നിലനിർത്താനും പിന്നെ എന്താണ്, റിട്ടൻഷൻ, പേഷ്യൻസിനെ അവിടെ തന്നെ നിലനിർത്താൻ, ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായി സാധിക്കുന്നു. Okay, patients have more choices in connection with their health care than ever before അല്ലെ. പേഷ്യൻസിന് ചോയ്സ് ഉണ്ടോ? നമുക്ക് ചോയ്സ് ഉണ്ടോ? നമ്മുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടല്ലേ. നമ്മുടെ അടുത്ത് ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്? ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ഒരുപാട് ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലേ. അപ്പൊ എന്താ, ഒരിടത്ത് നിന്ന് പരിചരണം പോരാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഹോസ്പിറ്റലിൽ പോകുമല്ലോ. എന്താണ്, പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർസിനെ കുറിച്ച് അല്ലെ, ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലേ. എന്താണ്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബ്ലി ടു ദി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? ഹോസ്പിറ്റലിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കും അല്ലെ. അവർക്ക് എന്താണ്, അവിടുത്തെ ട്രീറ്റ്മെന്റുകളിൽ അല്ലെ ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കം കിട്ടിയതായിരിക്കുമല്ലോ. രോഗം മാറിയവര് അല്ലെ, റിക്കവറി ആയവരായിരിക്കും അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ്.
അവിടുത്തെ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ പരിചരണത്തിലൂടെ എന്താണ് റിക്കവറി ആയവരായിരിക്കും. അപ്പൊ അവർക്ക് എന്തായിരിക്കും ഹോസ്പിറ്റലിനോട് വിശ്വസ്തത ഉണ്ടാവുന്നില്ലേ? എന്താണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആരാണ്? എന്താണ് ഹോസ്പിറ്റലിന് വിശ്വസ്തതയുള്ള പേഷ്യൻസ് ആയിരിക്കും. This not only means that they are scheduled the necessary checkups, follow-ups and other required appointments, but they are more probable to keep them. അവരെന്ത് ചെയ്യുന്നു? വിശ്വസ്തരായ രോഗികൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം വന്നു, അവിടുത്തെ പ്രവർത്തനങ്ങളെ സാറ്റിസ്ഫൈഡ് ആയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മ അവിടെ തന്നെ പോകുന്നു അല്ലെ? വീണ്ടും പോകും. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഫോളോ അപ്പിന് വേണ്ടി, ചെക്കപ്പുകൾക്ക് വേണ്ടി അല്ലെ? അതർ റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ? മറ്റ് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ വേണ്ടി നമ്മ വീണ്ടും അവിടെ തന്നെ പോവുകയും നമ്മുടെ എന്താണ് ഈ ചെക്കപ്പുകള്, ഫോളോ അപ്പുകള്, ട്രീറ്റ്മെന്റുകളൊക്കെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്? അവര് അവരുടെ ഫോളോ അപ്പുകള്, ചെക്കപ്പുകള്, പിന്നെ മറ്റ് എന്താണ് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ അവരവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസഡർ ഫോർ ഹോസ്പിറ്റൽ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസഡേഴ്സ് ആയിരിക്കും. അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാൻഡ് അംബാസഡേഴ്സ് ക്യാഷ് ആണോ? നമ്മുടെ മലബാർ ഗോൾഡിന്റെ അംബാസഡർ ആരാ? മോഹൻലാൽ. പൾസിംഗ് ആണ്, അറിയേ? എന്താ ചെയ്യുന്നേ മോഹൻലാല്? പ്രൊമോഷൻ കൊടുക്കല്ലേ? മലബാർ ഗോൾഡ് മറ്റുള്ളവരെയൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് അല്ലെ? അതുപോലെ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? ഗ്രാൻഡ് അംബാസഡർ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെ? മറ്റുള്ളവരിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാം അല്ലെ? പ്രൊമോഷൻ ചെയ്യുന്നു അല്ലെ? എന്താണ്? പേഷ്യൻസ് ഗ്രാൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസഡേഴ്സ് ആയിരിക്കും. They tell their friends and family about good experience and bad ones with their friends and family. ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അവരുടെ എക്സ്പീരിയൻസ്, ഗുഡ് ആയിക്കോട്ടെ മോശമായിക്കോട്ടെ അല്ലെ? നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എല്ലാ എക്സ്പീരിയൻസ് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും അവരെന്ത് ചെയ്ത് പറയുന്നു. ക്ലിയർ ആയത്? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി അല്ലെ? എന്താണ്? ഹോസ്പിറ്റലിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നുണ്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെറ്റർ ആവുമ്പോ എന്താണ്? എങ്ങനെയാ ലാഭം വർദ്ധിക്കുന്നത്? എങ്ങനെയാ? ഒരുപാട് അപ്പോയിന്റ്മെന്റ്സുകൾ വരുന്നു അല്ലെ? പുതിയ പേഷ്യൻസ് വരുന്നു. പഴയ അവിടെ നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ നിലനിർത്താൻ സാധിക്കുന്നു അല്ലെ? അപ്പൊ എന്താണ് നോക്കി? കണ്ടന്റഡ് പേഷ്യൻസ് ഇവൻച്വലി ലീഡ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ് ഫോർ ഹോസ്പിറ്റൽ ഇൻ മെനി വേസ്. എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ്, ലാഭം പല രീതിയിലാണ്, മെനി വേസ്, പല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ്? ഫസ്റ്റ് പറയുന്നത് കണ്ടന്റഡ് പേഷ്യൻസ് ഷോപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സ്, വിച്ച് മീൻസ് ദാറ്റ് ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിംഗ് ദ ഡേ. എന്താണ്? കണ്ടന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു അല്ലെ? അതുവഴി ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് വെറുതെ സമയം കളയേണ്ടി വരുമോ? കൂടുതൽ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുമ്പോൾ അവരെന്താവും? ബിസി ആവും അല്ലെ? ഇല്ലേ? അവർ ബിസി ഷെഡ്യൂൾ ആവുമല്ലോ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലില് അവര് വെറുതെ കളയുന്ന സമയം അവർക്ക് എന്തിനാണ്? അപ്പോയിന്റ്മെന്റ്സുകൾക്ക് വേണ്ടി, പേഷ്യൻസിന്റെ പരിചരണങ്ങൾക്ക് വേണ്ടി, ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി അവരെന്താണ്? ഉപയോഗിക്കേണ്ടതായി വരുന്നു. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ്, ദേ ഓൾസോ പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂ ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് റിസൾട്ട് അല്ലെ? രണ്ടാമത് പറയുന്നത് അവരെന്താ? ഗ്രാൻഡ് ആയിട്ടുള്ള റിവ്യൂസ് അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ പേഷ്യൻസ് എന്താണ്? നല്ല രീതിയിലുള്ള റിവ്യൂസും സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടുകളും നൽകുന്നു. ഇതെന്തിലേക്ക് നയിക്കുന്നു? That leads to new patient acquisition and improved insurance reimbursement.
പുതിയ പേഷ്യൻസിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഇൻഷുറൻസ് തിരിച്ചടവുകൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മിക്ക വീടുകളിലും മിക്ക ആളുകളും ഇൻഷുറൻസ് ആണോ ഹോസ്പിറ്റലിലാണ് അല്ലെ? അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അസുഖങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ അസുഖങ്ങൾ അല്ലെ? അപ്പൊ എല്ലാവരും എന്തെടുത്തേക്കാ? ഇൻഷുറൻസ് എടുത്തേക്കാണോ? അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് തിരിച്ചടവ് ഇംപ്രൂവ് ചെയ്യും. പുതിയ പേഷ്യൻസിനെ കിട്ടുമ്പോൾ അവർക്ക് പൈസ കിട്ടല്ലേ? അപ്പോയിന്റ്മെന്റ്സുകളിലൂടെ അല്ലെ, ടെസ്റ്റുകളിലൂടെ, പിന്നെ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ അങ്ങനെ പല പ്രൊസീജിയേഴ്സിലൂടെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടല്ലേ, ക്യാഷ് കിട്ടല്ലേ ഹോസ്പിറ്റലുകാർക്ക്? എന്താ പുതിയ പേഷ്യൻസിനെ കിട്ടുന്ന കൂടാതെ അവരെന്താണ് ഇൻഷുറൻസ് റീഎംബേഴ്സ്മെന്റ് അല്ലെ, ഇൻഷുറൻസിന്റെ തിരിച്ചടവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? അതായത് അവർക്ക് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരുപാട് രീതിയിൽ ഒരുപാട് ഇതിലൂടെ എന്താണ് പ്രോഫിറ്റ്, അവരുടെ ലാഭം, ഹോസ്പിറ്റലിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ. സ്റ്റാഫിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാല് പേഷ്യൻസിന്റെ സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമോ? വർദ്ധിപ്പിക്കും അല്ലെ? ഇപ്പൊ നോക്കിയേ, generating a patient focused culture doesn't have to come at the cost of employee satisfaction. നമ്മ പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? സ്റ്റാഫുകൾ ഉൾപ്പെടുത്തണോ? ജീവനക്കാരുടെ സംതൃപ്തി നോക്കണം അല്ലെ? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, നമ്മുടെ എന്താണ് അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഒന്നിലും ഇൻവോൾവ് ചെയ്യിക്കുന്നില്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അത് ഓക്കെ ആവോ? വർക്കബിൾ എൻവയോൺമെന്റ് ആവോ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണോ? അല്ല അല്ലെ? അപ്പൊ എന്താണ് പേഷ്യൻസിനെ ഫോക്കസ് ചെയ്യാതെ, അവരെ മാത്രം ഫോക്കസ് ചെയ്യാതെ എന്തുകൂടി ചെയ്യുക? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തൃപ്തി കൂടി കണക്കിലെടുക്കുക. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. പേഷ്യന്റിന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബെറ്റർ കെയർ കൊടുക്കാനായിട്ട് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നമ്മ എല്ലാ കാര്യത്തിലും, ഒരു ഓഫീസിലാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താണെങ്കിലും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സ്റ്റാഫുകളെ ഇൻവോൾവ് ഉൾക്കൊള്ളിക്കുക. പിന്നെ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ ബെറ്റർ ആവും. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് തന്നെ തോന്നും അല്ലെ, ഇവിടുത്തെ മാനേജ്മെന്റ് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെ വില കൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വില കൽപ്പിക്കുന്നുണ്ട് അല്ലെ, അവരെയും കൂടി പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സ്റ്റാഫുകള്. അവിടുത്തെ മാനേജ്മെന്റിന് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കും അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് കിട്ടേണ്ടത്? ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ അല്ലേ? അവിടെ വരുന്ന പേഷ്യൻസിന് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള രോഗി പരിചരണം ലഭിക്കണം അല്ലെ? ആണോ? അപ്പൊ എന്താണ് പേഷ്യൻസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിക്കുന്നതും ഇൻവോൾവ് ചെയ്യിക്കുന്നതും സ്റ്റാഫുകൾ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, പ്രചോദനം, അവർക്ക് റിവാർഡുകൾ കൊടുക്കുക അല്ലെ, ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കുക, നോൺ പെർഫോമൻസ് ഉള്ളവർക്ക് എന്താണ് മോട്ടിവേഷൻ കൊടുക്കുക, ട്രെയിനിങ്ങുകൾ നൽകുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലില് ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു രോഗി പരിചരണം നൽകുന്നതിനായി സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. ആണോ? ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെസ് ആണോ? ആണല്ലേ? കുറച്ചു നേരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഒന്ന് ചെന്ന് നിന്ന് നോക്കിയാൽ മതി അല്ലെ, ഒരു 10 മിനിറ്റ്. നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അല്ലെ, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് കൊണ്ടുവരുന്നത് അല്ലെ.
കാണുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നേ. എന്താണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്, ആരോഗ്യ പരിചരണ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു എൻവിയോൺമെന്റ് ആണ്. Training and strengthening the employees makes them able to perform their jobs to the best of their abilities and make them feel valued and increases staff retention. എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ അവരെ സ്ട്രെങ്തൻ ചെയ്യിക്കുക അല്ലെ, അവരുടെ എബിലിറ്റീസ്, അവരുടെ സ്കില്ലുകള്, അവരെ എന്താണ് നോളജുകൾ അല്ലെ, അതൊക്കെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കംസ്, ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി makes to them able to perform their jobs. എന്താണ് അവരുടെ ജോലികള് അവർക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ, ട്രെയിനിങ് കൊടുക്കുക, അവരെ സ്ട്രെങ്തൻ ചെയ്യിക്കും. എന്താണ് അവരുടെ ജോലികൾ, എന്താണ് അവരുടെ പെർഫോമൻസ്, പ്രകടനങ്ങള് അവർക്ക് ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ് ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ് അല്ലെ, അവരുടെ എബിലിറ്റീസ്, കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെന്താണ് മേക്ക് ദം ഫീൽ വാല്യൂഡ് അല്ലെ, അവരെന്താണ് വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെ, വിലമതിക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നുന്നു. കൂടാതെ എന്താണ് സ്റ്റാഫുകൾക്ക് അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കോ, പേഷ്യൻസ് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റാഫുകളുടെ എന്താണ് ഒപ്പീനിയൻസ് അല്ലെ, സജഷൻസ് മാനിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പൊ അവര് അവിടെ തന്നെ നിൽക്കോ, ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാമല്ലോ. ഇതെന്താണ് സ്റ്റാഫുകളെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് റിട്ടൻഷൻ ചെയ്യാനായി സാധിക്കുന്നു. എക്സ്പീരിയൻസ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് attentive services, patient focused services that helps boost patient satisfaction scores. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് എന്തറിയാൻ സാധിക്കുന്നു, ഓരോ പേഷ്യൻസിനും എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ, ശ്രദ്ധയോടുകൂടി അല്ലെ, അറ്റൻറ്റീവ് ആയിട്ടുള്ള അവർക്കറിയാലോ, ഓരോ പേഷ്യൻസിനെ കണ്ടാലും അവർക്ക് എത്രത്തോളം നല്ല കെയർ കിട്ടണം അല്ലെ, എങ്ങനെയുള്ള കെയർ കൊടുക്കണം എന്ന് അവർക്കറിയാൻ സാധിക്കുന്നില്ലേ ആ പേഷ്യൻസിനെ കാണുമ്പോൾ തന്നെ. അപ്പൊ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് അറ്റൻറ്റീവ് ആയിട്ടുള്ള അല്ലെ, ശ്രദ്ധയുള്ള സേവനങ്ങൾ നൽകാനായി സാധിക്കുന്നു. പിന്നെ അവർ എന്ത് കൊടുക്കുന്നു, പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസ് അല്ലെ, പേഷ്യൻസിനെ കേന്ദ്രീകൃതമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നു. ഇപ്പൊ നമ്മുടെ നിപ്പ വൈറസ് വന്നപ്പോ ഒരു നഴ്സ് മരണപ്പെട്ടോ, അവരെങ്ങനെയാണ് അവരുടെ ജീവനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ല എന്താണ് പേഷ്യൻസിന്റെ ജീവനാണ് അല്ലെ, അവരുടെ അടുത്ത് വന്നിരിക്കുന്ന ആ പേഷ്യൻസിന്റെ ജീവനാണ് അല്ലെ, അതുകൊണ്ടല്ലേ മരണം സംഭവിച്ചത്. അപ്പൊ എന്താ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൂടുതൽ ഇതുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് എന്തിനെ സഹായിക്കുന്നു, പേഷ്യൻസിന് നല്ല ശ്രദ്ധയോട് അറ്റൻറ്റീവ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുക. പേഷ്യൻസിന് കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസുകളൊക്കെ കൊടുത്താൽ എന്തിനു കാരണമാകുന്നു, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ. That helps to boost patient satisfaction scores. അല്ലെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? മിസ് എടുക്കുന്നത് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി. പേഷ്യൻസിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് അല്ലെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെ. നോക്കിയേ, ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് and the software to make better the patient experience can also increase staff and provide productivity in the organization. എന്താണ് രോഗിയുടെ അല്ലെ നമ്മുടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കുന്നതിന് ട്രെയിനിങ്ങുകൾക്ക് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനൊക്കെ വല്ല പങ്കുണ്ടോ?
ഹോസ്പിറ്റലിൽ ഒരുപാട് ട്രെയിനിങ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, പല എന്താണ് സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിലാക്കാൻ സാധിക്കുമോ? ഇന്ത്യയിലെ പേഷ്യൻസിന്റെ ജീവനക്കാരുടെ എന്താണ് ജീവനക്കാരുടെയും ദാതാവിന്റെയും അല്ലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു അല്ലെ. ഇപ്പൊ എന്താണ് നമ്മൾ സാധാരണ രീതിയിൽ റെക്കോർഡുകൾ തയ്യാറാക്കാൻ ഫയൽ വഴി ഹാൻഡ് റിട്ടൺ ആയിട്ട് തയ്യാറാക്കുമ്പോ എന്താണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക്. പറ്റോ? എഴുതി തയ്യാറാക്കുമ്പോ ഹാൻഡ് റിട്ടൺ ആയിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മ EHR വഴിയാണെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അല്ലെ. സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അല്ലെ. ബില്ലിങ്ങുകൾ പെട്ടെന്ന് നടത്താൻ സാധിക്കുന്നില്ലേ? ബില്ലിംഗ് പ്രൊസീജിയേഴ്സ് വേഗത്തിലാക്കാം അല്ലെ. ഡോക്ടേഴ്സിന് എന്താണ് ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ അവരെ മുമ്പിൽ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടോ? പ്രീവിയസ് ഹെൽത്ത് ഹിസ്റ്ററി അല്ലെ. പ്രീവിയസ് ഹെൽത്ത് ഹിസ്റ്ററീസ് എന്താണ് പേഷ്യൻസിന് എന്താണ് ഇതിക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ചല്ലേ, അവര് കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചല്ലേ, എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യാണ് സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. വർക്കിന്റെ എറർ ഫ്രീ ആയിട്ടുള്ള അല്ലെ തെറ്റുകളില്ലാതെ എന്താണ് പേഷ്യൻസിന് അവരുടെ ജോലികൾ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. ആണോ? സോഫ്റ്റ്വെയർ ലെസ് ടൈമില് ക്ലിയർ ആയിട്ട് അല്ലെ, ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോട് കൂടി അല്ലെ, എറർ ഫ്രീ ആയിട്ട് അവരുടെ വർക്കുകൾ അവർക്ക് വേഗത്തിൽ അല്ലെ ടൈമൊന്നും ഒരുപാട് ലാൻഡ് ചെയ്യാതെ ചെയ്യാനായി സാധിക്കുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്നുള്ള പേഷ്യൻസിന്റെ അനുഭവം ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് നോക്കിയേ. ഇഫ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ട് സെക്യൂർ ഓൺലൈൻ പേയ്മെന്റ് അല്ലെ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ പേയ്മെന്റ് നടത്തുക. അതിന്റെ പേഷ്യൻസിന്റെ മെസ്സേജ് അയക്കുക, സ്റ്റാഫ് മെസ്സേജ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് എന്താണ് ആസ് മച്ച് 50% ലെസ് ടൈം ഓൺ ദ ഫോൺ വിത്ത് പേഷ്യൻസ് അല്ലെ. അവർക്ക് 50% കുറവ് സമയം മതിയോ പേഷ്യൻസിനുമായിട്ട് ചെലവാക്കുന്നത് ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സുകളെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, ബില്ലുകൾ പേയ്മെന്റ് നടത്താനായിട്ട്. അപ്പൊ എന്താണ് പേയ്മെന്റ് ഹോസ്പിറ്റലില് പേഷ്യൻസിനുമായി ഈ സ്റ്റാഫുകൾ ചെലവാക്കുന്ന ടെലിഫോണിൽ ചെലവാക്കുന്ന സമയം എന്താണ് 50% കുറയ്ക്കാനായി ഡിക്രീസ് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ. അപ്പൊ ഈ സമയം അവർക്ക് എന്തിനു ഉപയോഗിക്കാം? ഈ ബാക്കി വരുന്ന 50% അവർക്ക് എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാലോ, വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യാലോ. സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. എന്താണ് സ്റ്റാഫുകൾക്ക് ഈ ബാക്കി വരുന്ന സമയം എന്താണ് എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാനായി സാധിക്കുന്നു. വിച്ച് അലൗസ് അസ് ടു റൺ എ ലേണർ അല്ലാട്ടാ ക്ലീനർ ആണ് കേട്ടാ, ക്ലീനർ എന്നാണ്. എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ക്ലീനർ ഓഫീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കുന്നു അല്ലെ. അവര് അപ്പോയിന്റ്മെന്റ്സുകൾക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ അല്ലെ. ബാക്കി സമയം അവർക്ക് എന്തിനു വേണ്ടി ചെലവാക്കാം? ബാക്കി കാര്യങ്ങൾക്ക് ചെലവാക്കിക്കൂടെ? പേഷ്യൻസിന് എന്താണ് പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ് ക്ലീനർ ആയിട്ടുള്ള ഒരു ഓഫീസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കുന്നു. Besides, when a hospital lessen the patient no-show and late cancellation, hospital has less dead time in scheduling and can maximize the patient time and related billing. എന്താണ് നമ്മൾ ചില ഹോസ്പിറ്റലില് എന്താണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് അല്ല ഡോക്ടർ മുമ്പില്
ആ നമ്പർ ടോക്കൺ വിളിക്കുമ്പോ കാണാതാവാറുണ്ടോ പേഷ്യൻസിന്? ഉണ്ടോ? പേഷ്യൻസ് കുറെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എണീച്ചു പോകും അല്ലെ പുറത്തേക്കൊക്കെ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവർക്ക് എന്താണ് ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നിയിട്ട് അവർക്ക് പുറത്തേക്ക് പോകാം അല്ലെ. അപ്പൊ അവർ ആ നമ്പർ വിളിക്കും അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ പേര് വിളിക്കുമ്പോ കാണാതാകാം അല്ലെ. അപ്പൊ അത് കുറയ്ക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ് ലേറ്റ് ക്യാൻസലേഷൻ, വൈകി ക്യാൻസലേഷൻ ചെയ്യാം. എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ എടുത്തത് എന്താണ് പേഷ്യൻസ് എന്താണ് വൈകി വിളിച്ചങ്ങാണ്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കാനായി. അപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റലില് സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ടോ? ക്യാൻസലേഷൻ ചെയ്യല്, പേഷ്യൻസിനെ കാണാതാകുന്ന സംഗതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല അല്ലെ. അവർ തന്നെയാണ് അല്ലെ അവർക്ക് വേണ്ട സമയം, അവർക്ക് ഏത് ഡോക്ടറെ കാണണം, എപ്പോ കാണണം അല്ലെ, അതൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ. അവർ ഓൺലൈനായിട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുമോ? ആണോ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് കുറയ്ക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ് ഹോസ്പിറ്റൽ ഹൗളേഴ്സ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ് അല്ലെ. എന്താണ് പേഷ്യൻസിന് വേണ്ട കാര്യങ്ങള് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുക, ബില്ലിംഗ് നടത്തുക, അതൊക്കെ ചെയ്യുന്നത് പേഷ്യൻസ് അല്ലേ. അപ്പൊ എന്താ ഹോസ്പിറ്റലില് ഡെഡ് ടൈം വെറുതെ കളയുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ് പേഷ്യൻസിനെ മാക്സിമൈസ് ചെയ്യാൻ അല്ലെ ബില്ലിങ്ങിന് വേണ്ടി അവര് സമയം മാക്സിമം കൂട്ടാനായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നു അല്ലെ. അവർക്ക് വേണ്ട പേഷ്യൻസിന് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകള്, ഡോക്ടറുടെ സേവനങ്ങള്, ബില്ലിങ്, എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത് ആരാ? ചൂസ് ചെയ്യുന്നത് ആരാ? പേഷ്യൻസ് അല്ലേ. അപ്പൊ പേഷ്യൻസിന്റെ ടൈം അല്ലേ മാക്സിമൈസ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ടൈം അല്ലേ മാക്സിമൈസ് ചെയ്യുന്നത്? അപ്പൊ എന്താ പേഷ്യൻസിന്റെ ടൈം റിലേറ്റഡ് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെ എന്താണ് പേഷ്യൻസിന്റെ ടൈം അവർക്ക് തന്നെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോഫ്റ്റ്വെയർസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയത്? ക്ലിയർ ആണോ മിസ് എടുത്തത്? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.